പൂലാനിയിലെ പാരമ്പര്യ കർഷകൻ പെരിങ്ങാത്ര മോഹനൻ പഴയകാലത്തെ ജീവിതത്തിന്റെ ബാക്കിപത്രമായി ചുരയ്ക്കക്കുംഭം തയ്യാറാക്കാൻ ഒരുങ്ങുന്നു. വിത്തുകൾ സൂക്ഷിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ പാത്രം തയ്യാറാക്കാറുണ്ട്. 6 മാസം മൂപ്പുണ്ട് പാൽ ചുരയ്ക്കയ്ക്ക്. ചെത്തുതൊഴിലാളിയായിരുന്ന കാലത്ത് കള്ള് ശേഖരിക്കുന്നതിന് ഇവ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് ചെത്തുകാർ സ്ഥിരമായി ചുരയ്ക്കക്കുംഭത്തിലാണ് തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിറക്കിയിരുന്നത്. വിളകളുടെ വിത്തുകൾ ചുരയ്ക്കക്കുംഭത്തിൽ സൂക്ഷിച്ചാൽ കീടശല്യം തീരെയുണ്ടാകില്ലെന്ന് അരനൂറ്റാണ്ടായി കൃഷിയുമായി മല്ലിടുന്ന മോഹനേട്ടൻ പറയുന്നു. കൃഷിക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴൊക്കെ മൂത്ത് കയറുന്ന എടുക്കും. അത് നമ്മളത് അങ്ങനെ മൂപ്പിക്കാനിടും. അപ്പോൾ 6 മാസം വേണം ഇത് ഇത്ര മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കള്ള് കുമ്പതിന് ചെത്തുള്ളപ്പോൾ ഞാൻ കുമ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഈ പയറ് അങ്ങനെ വിത്തെല്ലുകളൊക്കെ ഇടാനായിട്ട് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ഗുണം കൂടി ഉണ്ട് ഇതിന്. ചുരയ്ക്ക 2 ഇനമുണ്ട്, പാൽ ചുരയ്ക്കയും കയ്പച്ചുരയ്ക്കയും. കയ്പച്ചുരയ്ക്ക ഭക്ഷിച്ചാൽ ചിലർക്ക് ഛർദി അനുഭവപ്പെടാറുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ മണ്ണിലിറക്കാൻ ആരും തയ്യാറുമല്ല. 6 മാസക്കാലമാണ് ചുരയ്ക്ക വള്ളിച്ചെടിയുടെ ആയുസ്. ഇളം പ്രായത്തിൽ തന്നെ വിളവെടുക്കും. കാലം തെറ്റിയാൽ ഇതിൻ്റെ ഉപയോഗം കുംഭനിർമ്മാണത്തിന് മാത്രം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചുരയ്ക്ക കൃഷി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. TCB ന്യൂസ്, ചാലക്കുടി.